പശ്ചിമബംഗാളിലെ SIR-നെതിരായ ഹർജിയിൽ സുപ്രീം കോടതിക്ക് മുന്നിൽ നേരിട്ട് വാദമുന്നയിച്ച് മമതാ ബാനർജി. പാർട്ടിക്ക് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ് വാദമെന്ന് മമത പറഞ്ഞു. കോടതിയുടെ വാതിലിനപ്പുറത്ത് മോചനം തേടി നീതി കരയുന്നുവെന്നും മമതയുടെ വാദം. KM ഷബ്ന ചേരുന്നു ലീഗൽ ഡെസ്കിൽ നിന്ന്. ഷബ്ന, ഒരു മുഖ്യമന്ത്രി അഭിഭാഷകയുടെ വേഷത്തിൽ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നു. നേരിട്ട് ജനങ്ങളുമായി ഈ വിഷയത്തിൽ സംസാരിച്ച ആളാണ്. അതോടൊപ്പം മുഖ്യമന്ത്രി എന്ന നിലയിലും കൂടുതൽ കാര്യങ്ങൾ അറിയാം. ആ വാദങ്ങൾ നടത്തുന്ന ഒരു അപൂർവമായ സാഹചര്യം. രജീഷ്, തീർച്ചയായും ഒരു അസാധാരണമായ സംഭവം തന്നെയാണ് കോടതിയെ സംബന്ധിച്ച്. കാരണം കോടതിയിൽ ഇത്തരത്തിലൊരു മുഖ്യമന്ത്രി നേരിട്ടെത്തി വാദം നടത്തുന്നു എന്ന്, അതും സുപ്രീം കോടതിക്ക് മുമ്പാകെ. ഈ SIR വിഷയവുമായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാളിലെ ഈ ഹർജിയിൽ മമത ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എന്നതായിരുന്നു. കാരണം വോട്ടർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നില്ല. ഈ SIR നടപടി മൂലം പല വോട്ടർമാരും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്നുണ്ട്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ പലർക്കും ജനാധിപത്യ അവകാശം വിനിയോഗിക്കാൻ പറ്റാതാകും. അത് അനുവദിക്കരുത് എന്നതായിരുന്നു മമതയുടെ ആവശ്യം. ഇന്നലെ തന്നെ മമത നേരിട്ട് തനിക്ക് ചില കാര്യങ്ങൾ സുപ്രീം കോടതിക്ക് മുമ്പാകെ പറയാനുണ്ട്, അതിന് അനുവാദം നൽകണം എന്നാവശ്യപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ തന്നെ അഭിഭാഷകർക്കൊപ്പം എത്തി. മുതിർന്ന അഭിഭാഷകൻ തന്നെ മമതയ്ക്ക് വേണ്ടി ഹാജരായിരുന്നു. ഈ മുതിർന്ന അഭിഭാഷകൻ വാദം ഉന്നയിച്ചു. 4 ദിവസം മാത്രമാണ് SIR നടപടികൾ പൂർത്തീകരിക്കാൻ ഇനിയുള്ളത്. പലരും പട്ടികയ്ക്ക് പുറത്താണ്. കൃത്യമായൊരു അവലോകനമോ വിശകലനമോ നടത്താതെയാണ് ഈ പട്ടിക തയ്യാറാക്കുന്നത്. പ്രാദേശിക ഭാഷയിലുള്ള ചില ഭാഷാപരമായ ചില വിഷയങ്ങൾ വരുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പലർക്കും ഈ വോട്ടർമാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പല അറിയിപ്പുകളും ലഭിക്കുന്നില്ല. അത്തരത്തിൽ വോട്ടർ പട്ടികയിൽ ഇടം നേടാതെ നിരവധി ആളുകൾ പുറത്തു പോകും. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളുണ്ട്. തുടങ്ങിയ കാര്യങ്ങളെല്ലാം അഭിഭാഷകൻ ഉന്നയിച്ചു. ഇതിനിടെയാണ് മമത സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് മുമ്പാകെ തന്നെ കൂടി ഇതിൽ വാദം പറയാൻ അനുവദിക്കൂ എന്ന് പറയുകയും ചീഫ് ജസ്റ്റിസ് അതിന് അനുമതി നൽകുകയും ചെയ്തത്. ഈ മമതാ ബാനർജി ഇപ്പോൾ പറയുന്നത് നിരവധി ആളുകൾ ഇത്തരത്തിൽ വോട്ടർ പട്ടികയ്ക്ക് പുറത്താകുന്നു. താൻ ഒരു പാർട്ടിക്കാരി എന്ന നിലയിൽ തൻ്റെ പാർട്ടിക്ക് വേണ്ടിയല്ല വന്നിട്ടുള്ളത്, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ കോടതിയിൽ എത്തിയിട്ടുള്ളത്. ജനങ്ങൾക്ക് നീതി ലഭിക്കണം. 6 കത്തുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ കൊടുത്തു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ഗൗനിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കോടതിയിൽ വന്ന് നേരിട്ട് തങ്ങളുടെ വിഷമം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കോടതി മുറിയുടെ വാതിലിനപ്പുറം നീതി കരയുകയാണ് തുടങ്ങിയ വാദങ്ങൾ മമത ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ജനങ്ങളോട് നീതി പുലർത്തേണ്ടതുണ്ട്, അതുകൊണ്ട് കോടതി ഇതിൽ ഇടപെടണം തുടങ്ങിയ കാര്യങ്ങൾ മമത ഉന്നയിക്കുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് ഇതിൽ മമതയുടെ ഹർജി ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പ്രാദേശിക ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന രീതിയിലുള്ള പരാമർശം നടത്തുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ വാദം കോടതിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു.